ഫോൺ ഹാങ് ആയാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യും അല്ലേ? അതുപോലെ തന്നെ ജീവിതം റീസെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പഴയതെല്ലാം മറന്ന് പുതിയ ഒരാളാകണം എന്നല്ല. നിങ്ങളുടെ അനുഭവങ്ങൾ, പഠിച്ച പാഠങ്ങൾ അതൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. തലയിൽ ഫുൾ നെഗറ്റീവ് ചിന്തകൾ, പകുതിക്ക് നിർത്തിയ ശീലങ്ങൾ, വേണ്ടാത്ത കമ്മിറ്റ്മെൻറ്റുകൾ, ക്ഷീണം ഇതൊക്കെ കൂടി ഒരു മെൻ്റൽ ക്ലട്ടർ ഉണ്ടാകും. റീസെറ്റ് ചെയ്യുമ്പോൾ ഈ ക്ലട്ടർ ഒന്ന് മാറ്റിവെക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഫുൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഒന്ന് റീസെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്താൽ അനാവശ്യ ആപ്പുകൾ പോകും, സ്പീഡ് കൂടും. അതുപോലെ നിങ്ങളുടെ എനർജി കളയുന്ന കാര്യങ്ങൾ നിർത്തി നിങ്ങൾക്ക് ശരിക്കും സന്തോഷവും സമാധാനവും തരുന്ന ബേസിക് കാര്യങ്ങളിലേക്ക് തിരിച്ചു പോവുക. ഓട്ടോ പൈലറ്റ് മോഡിൽ ജീവിതം ഓടിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ഒന്ന് നിർത്തി ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ചോദിച്ച് പുതിയ റൂട്ട് സെറ്റ് ചെയ്യുക. റീസെറ്റ് എന്ന് പറഞ്ഞാൽ വലിയ കെട്ടിടം പൊളിച്ച് പുതിയത് പണിയുകയല്ല. പകരം അതേ ഫൗണ്ടേഷനിൽ അകത്തെ ഫർണിച്ചറുകളൊക്കെ ഒന്ന് മാറ്റി അടുക്കി പെയിൻ്റൊക്കെ അടിച്ച് വീട് കൂടുതൽ വാസയോഗ്യമാക്കി വൃത്തിയിലും ഭംഗിയിലും കൊണ്ടുപോകുന്നത് പോലെയാണ്. എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കുന്ന ശീലമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ആ ശീലം പാടെ ഉപേക്ഷിക്കുക. എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കുമ്പോൾ മറ്റുള്ളവരുടെ അടിയന്തരങ്ങൾ നമ്മുടെ തലയിൽ കയറും. ഈ 10 മിനിറ്റ് നിങ്ങളുടേത് മാത്രമാണ്. അലാം വെച്ച് എഴുന്നേൽക്കുക, ഫോൺ തൊടാതെ ജനലരികിൽ ഇരിക്കുക. അല്ലെങ്കിൽ കണ്ണടച്ച് ശ്വാസം അകത്തേക്കും പുറത്തേക്കും പോകുന്നത് മാത്രം ശ്രദ്ധിക്കുക. ചിന്തകൾ വരും പോകട്ടെ, വഴക്കിടണ്ട. ഇതിൻ്റെ ഫലമായി ദിവസം മുഴുവൻ നിങ്ങൾക്ക് റിയാക്റ്റ് ചെയ്യുന്നതിന് പകരം റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. മനസ്സ് ശാന്തമാകും. തലച്ചോറിന് ഡോപ്പമിൻ വേണം. രാവിലെ ഒരു കാര്യം തീർത്താൽ ഞാൻ ക്യാപ്പബിൾ ആണ് എന്ന ഫീൽ കിട്ടും. എങ്ങനെ? കിടക്ക വിരിക്കുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, 5 പുഷപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പ്രധാന കാര്യം ഡയറിയിൽ എഴുതുക. 2 മിനിറ്റിൽ തീരുന്ന എന്തെങ്കിലും ചെയ്താൽ മതി. ഇത് നമ്മുടെ മൈൻഡിനെ ഞാൻ എല്ലാത്തിനും ക്യാപ്പബിൾ ആണ് എന്ന ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് എത്തിക്കും. ഇതിൻ്റെ ഫലമായി ഒരു ജോലി തീർത്തതിൻ്റെ ധൈര്യത്തിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാൻ എളുപ്പമാകും. കൂടെ തന്നെ അടുത്തതിലേക്ക് പോകാനുള്ള കോൺഫിഡൻസും കൂടും. ഉറങ്ങുന്നതിന് 60 മിനിറ്റ് മുമ്പ് ഒരു അലാം വെക്കുക. സ്ക്രീൻ ഓഫ് ടൈം എന്ന് ഇതിന് പേരിടുക. ആ അലാറം അടിച്ചാൽ വൈഫൈ ഓഫാക്കി ഫോൺ മറ്റൊരു മുറിയിൽ വെക്കുക. പകരം പുസ്തകം, ജേർണലിംഗ് അല്ലെങ്കിൽ വീട്ടുകാരോട് സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെടാം. ഇതിൻ്റെ ഫലമായി ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കൂടും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫ്രഷ് ആയിരിക്കും. നോ പറഞ്ഞ് ശീലിക്കുക. നമ്മുടെ സമയം ലിമിറ്റഡ് ആണ്. എല്ലാത്തിനും യെസ് പറഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ടതിന് സമയം കാണില്ല. നമ്മുടെ സമയത്തിന് നമ്മൾ തന്നെയാണ് വില കൽപ്പിക്കേണ്ടത്. ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഉടനെ മറുപടി പറയേണ്ട. പകരം അത് നിങ്ങൾക്ക് നന്നായി ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ശരിക്കും വേണോ എന്ന് ചിന്തിക്കാൻ സമയം കിട്ടിയിട്ട് വേണ്ടെങ്കിൽ മര്യാദയോടെ ഇപ്പോൾ പറ്റില്ല, സോറി എന്ന് പറഞ്ഞാൽ മതി. കാരണം നിരത്തി ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഫലമായി നിങ്ങളുടെ സമയത്തിൻ്റെ കൺട്രോൾ തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് സ്ട്രെസ്സ് കുറക്കാനും പറ്റും. നമ്മുടെ തലച്ചോറ് നെഗറ്റീവ് കാര്യങ്ങൾ പെട്ടെന്ന് ഓർക്കും. അതൊരു സർവൈവൽ ട്രിക്കാണ്. നന്ദി പറയുന്നത് പോസിറ്റീവ് കാര്യങ്ങൾ കാണാൻ തലച്ചോറിനെ ട്രെയിൻ ചെയ്യും. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇന്ന് സംഭവിച്ച 3 നല്ല കാര്യങ്ങൾ മനസ്സിൽ ഓർക്കുക. നല്ല ചായ കിട്ടി, ബസ് കൃത്യസമയത്ത് കിട്ടി, ഒരു സുഹൃത്ത് വിളിച്ചു. ഇങ്ങനെയുള്ള എന്തെങ്കിലും സില്ലി കാര്യങ്ങളായാലും മതി, വലുതാകണം എന്നില്ല. എഴുതിയാൽ ഇതിലും നല്ലതാണ്. അങ്ങനെ ഉള്ളതിൽ സന്തോഷം കണ്ടെത്താനും പറ്റും. ഉറക്കവും നന്നാവും. ഇനി ഇവ എങ്ങനെ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് തുടങ്ങേണ്ട ആവശ്യമില്ല. ഒരെണ്ണം മാത്രം എടുക്കുക. എന്നിട്ട് 7 ദിവസം ചെയ്യുക. ശീലമായാൽ അടുത്തത്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള 4-5 കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയാൽ നിങ്ങളുടെ മൈൻഡ് എന്തായാലും പോസിറ്റീവ് മൈൻഡായിട്ട് എപ്പോഴും നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റും. സ്ട്രെസ്സ് കുറക്കാൻ പറ്റും. നല്ല ഉറക്കം കിട്ടും. ടെൻഷൻ ഒഴിവാക്കാം. ഇങ്ങനെയുള്ള എല്ലാ പോസിറ്റീവ് സൈഡുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ ടിപ്പുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.